പുരുഷൻ സ്ത്രീകളെ ഭരിക്കുന്നു. അത് മുഖാന്തരം അവഗണിക്കപ്പെടുന്നതായിരിക്കുന്ന സ്ത്രീവർഗത്തെ ഉപദ്രവിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കുന്ന സ്ത്രീഗണങ്ങളെയാണ് കാണുവാൻ സാധിക്കുന്നത്. In the countries where I go in Latin America, for example, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ ലാറ്റിൻ അമേരിക്കയിലെ കടന്നുപോകുന്നതായിരിക്കുന്ന ചില രാജ്യങ്ങളിൽ most of the women live in abusive relationships. വാസ്തവത്തിൽ ഒരു തിരസ്കരിക്കപ്പെട്ടതായിരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടുത്തെ നല്ല ശതമാനം സ്ത്രീകളും ജീവിക്കുന്നത്. Often they were physically abused by their own fathers. അവരെ സ്വന്തം വീട്ടിലുള്ള സ്വന്തം പിതാക്കന്മാരാൽ തന്നെ ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന സ്ത്രീകൾ. And then when they get married, their husbands often abuse them physically. അവർ വിവാഹം കഴിയുമ്പോൾ ഭർത്താക്കന്മാർ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു. In fact, in one country in Latin America called Bolivia, ബൊളീവിയ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു രാജ്യമായിരിക്കുന്ന രാജ്യത്ത് the women have a saying that's very common that you hear in the streets. അവിടെ സ്ത്രീകളുടെ ഇടയിൽ ഒരു സാധാരണയായിട്ട് അവിടെ കടന്നു പോകുമ്പോൾ വഴിത്തലക്കിലൊക്കെ നമുക്കത് കേൾക്കാൻ പറ്റുന്ന ഒരു കോമൺ സാധാരണ ഒരു പറച്ചിലുണ്ട്. And they say, the more my husband beats me, the more he loves me. അതെന്റെ ഭർത്താവ് എന്നെ എത്രയധികം ഉപദ്രവിക്കുന്നോ അത്രയും താൻ എന്നെ സ്നേഹിക്കുന്നു. They think that abuse is just a part of life. അവരുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഉപദ്രവിക്കപ്പെടുക എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നാണ് പാവങ്ങൾ വിശ്വസിക്കുന്നത്. Because this is Genesis 3:16. കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലെ സംഭവം ഇതാണ്. This is the way it is in a sinful world. അത് ഈ പാപം നിറഞ്ഞതായിരിക്കുന്ന ലോകത്തിൽ ഇങ്ങനെയാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിക്കുന്നത്. Now let me ask you, do we have this problem in India? അതെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഈ പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? Do we have the abuse of women in India? ഇന്ത്യയിൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ, പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, അവഗണിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന്? It's something that we don't always talk about in the church. നമ്മുടെ സഭകളിൽ നമ്മൾ സാധാരണയായി അധികം സംസാരിക്കാത്ത കാര്യങ്ങളിൽപ്പെട്ടതാണിത്. But it's actually a very common problem. പക്ഷേ ഇത് സർവ്വസാധാരണമായിരിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. This is my third visit to your country. നിങ്ങളുടെ രാജ്യത്തേക്ക് 3-ാം പ്രാവശ്യമാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. The first time I came, I learned something very disturbing. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എന്നെ ആകെ അസ്വസ്ഥനാക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുവാനിടയായി. I learned that in many of the cities of India, ഇന്ത്യയിലുള്ളതായിരിക്കുന്ന അനേക പട്ടണങ്ങളില് that women were jumping off bridges and committing suicide. പാലങ്ങളിൽ നിന്നെടുത്ത് ചാടി പല നിരകളിൽ അതേ ആത്മഹത്യകൾ ചെയ്യുന്നതായിരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ഞാൻ അറിയുവാനിടയായി. Because their husbands were beating them and they didn't know what to do. അതെ, അവരുടെ ഭർത്താക്കന്മാർ അവരെ കഠിനമായി ഉപദ്രവിക്കുന്നു. അതിന്റെ നടുവിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകൾ. They couldn't talk about the problem because it was so shameful to discuss. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പുറം ലോകത്തോട് പറയുവാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അത് പറയുന്നത് കൊണ്ട് അവരുടെ ഭർത്താക്കന്മാർക്ക്, കുടുംബങ്ങൾക്ക് അപമാനം വരും എന്നുള്ളതായിരിക്കുന്ന ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നു. And sometimes we keep these kinds of problems hidden from everyone. മറ്റുള്ളവരിൽ നിന്നെല്ലാം മറയ്ക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഒതുക്കി വെക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ കാര്യമാണ്. And sometimes we can even come to church and we come to church every week and sit in our seats and worship God. അതെ, നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ സഭയിൽ കടന്നു വരുന്നു. അവിടെ മനോഹരമായിരിക്കുന്ന കസേരകളിൽ ഇരുന്ന് അല്ലെങ്കിൽ സീറ്റിൽ ഇരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. But there can be abuse going on in families. അപ്പോൾ തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പോലും ഇത്തരത്തിലുള്ളതായിരിക്കുന്ന അവഗണനകളും ഉപദ്രവങ്ങളുടെ അനുഭവങ്ങളും കടന്നു പോകുന്നുണ്ടായിരിക്കാം. And I know because I've prayed for so many Indian families since I've been coming here. ഞാൻ ഇവിടെ വരുവാൻ തുടങ്ങിയ സമയം മുതൽ ഇന്ത്യയിലുള്ളതായിരിക്കുന്ന പല കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഈ കാര്യം സത്യമാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. That this is a very serious problem in your country. നിങ്ങളുടെ രാജ്യത്തും വളരെ ഗൗരവതരമായിരിക്കുന്ന പ്രശ്നങ്ങളിൽപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് കുടുംബ പ്രശ്നം എന്ന് പറയുന്നത്. Now Genesis 3:16 says this is the way it's going to be in a sinful world. ഈ പാപം നിറഞ്ഞതായിരിക്കുന്ന ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ ഈ നിലയിലാണ് ആയിത്തീരുന്നത് എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പറയുന്നു. And I want to remind you that God didn't leave us in this condition. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഈ ഒരു സാഹചര്യത്തിൽ, ഈ ദുഃഖകരമായ അവസ്ഥയിൽ തള്ളിക്കളയുവാൻ ദൈവം നമ്മെ ഇഷ്ടപ്പെട്ടില്ല. Because the Bible says that God sent His only Son to save us. അതെ, നമ്മളെ രക്ഷിക്കുവാനായിട്ട് ദൈവം തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. അവൻ അയച്ചു. Aren't you glad that God sent Jesus? യേശുവിനെ ദൈവം അയച്ചു എന്നുള്ളതിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ?
Praise the Lord. Because he didn't want us to stay in this condition. ഈ നിലയിൽ ഈ അധപ്പതിച്ച അവസ്ഥയിൽ നമ്മൾ മുൻപോട്ട് തുടരുവാൻ ദൈവം ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. Because when Jesus came and he died on the cross for us, കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ the Bible says he broke the curse of sin. പാപത്തിന്റെ ആ ശാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവൻ അറുത്തു മാറ്റിക്കളഞ്ഞു. And so Jesus, I want you to stand right here behind them, and I want you to stretch out your arms on the cross. ഇപ്പോൾ നോക്കുക, കർത്താവായ യേശുക്രിസ്തു ഇതാ താൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നവനായിരിക്കുന്ന യേശു. When Jesus spilled his blood on the cross of Calvary, കാൽവരി ക്രൂശിൽ യേശു തന്റെ രക്തത്തെ ഒഴുക്കി തന്നപ്പോൾ not only did he break the curse of sin, പാപത്തിന്റെ ശാപത്തിൽ നമുക്ക് വിടുതൽ തരിക മാത്രമല്ല അവൻ ചെയ്തത്, but he crushed the power of the devil. അതായത് പിശാചിന്റെ സകല ശക്തിയെയും അവൻ അവിടെ തകർത്ത് കളകൂടെയാണ് ചെയ്തത്. The devil no longer had his power over the people. അത് ജനത്തിന്മേൽ ഇനിയും പിശാചിന് അധികാരമില്ലാത്ത വണ്ണം അവന്റെ ശക്തിയെ കർത്താവ് തകർത്ത് കളഞ്ഞു. And so this whole picture begins to change. ഇപ്പോൾ ഈ കാണുന്നതായിരിക്കുന്ന ചിത്രം പാടെ വ്യത്യാസപ്പെടുവാനിടയായി തീർന്നു. Now I want the devil to come here, and I want you to get down on the ground, lay this way. The Bible says that the devil was defeated. ഇതാ കാൽവരി ക്രൂശിൽ സാത്താൻ പൂർണ്ണമായി പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. And then when Jesus was raised from the dead, കർത്താവായ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചു വന്നു. and he poured out his Holy Spirit on his people. അതെ, തന്റെ പരിശുദ്ധാത്മാവിനെ തന്റെ ജനത്തിന്റെ മേൽ അവൻ പകർന്നു. Jesus touched the heart of this man, അത് ഈ മനുഷ്യന്റെ ഹൃദയത്തെ കർത്താവായ യേശുക്രിസ്തു സ്പർശിച്ചു. and he changed his heart. അവന്റെ ഹൃദയത്തെ അവൻ രൂപാന്തരപ്പെടുത്തി. He gave him the ability to love again. അവൻ വീണ്ടും തന്റെ ഭാര്യയെ സ്നേഹിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് ദൈവം അവന് കൊടുത്തു. He gave the man the grace to humble himself. തന്നെ തന്നെ താഴ്ത്തുവാനുള്ളതായിരിക്കുന്ന കൃപ, അതിനുള്ളതായിരിക്കുന്ന മനസ്സ് ദൈവം അവന്റെ മേൽ പകർന്നു. So that he wouldn't be dominating and prideful. ഇത് ഇനി ഒരിക്കലും അഹങ്കാരമുള്ളവനായിട്ട് അഹന്തയുള്ളവനായിട്ട് ഭരിക്കുവാനുള്ളതായിരിക്കുന്ന മനോഭാവം മാത്രമുള്ളവനായിരിക്കാൻ അവന് കഴിയാതെ വണ്ണം. Because pride is the nature of the devil. നമുക്ക് അഹങ്കാരം എന്ന് പറയുന്നത്, അഹന്ത എന്ന് പറയുന്നത് പിശാചിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. But Jesus put the heart of God, the heart of Jesus inside of this man. ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തെ കർത്താവ് വെച്ചു കഴിഞ്ഞപ്പോൾ, And Jesus also came to the woman. കർത്താവായ യേശുക്രിസ്തു സ്ത്രീയുടെ ജീവിതത്തിലേക്കും കടന്നു വരുവാനിടയായി. And he lifted her up out of her oppression. അവളുടെ ആ ഉപദ്രവിക്കപ്പെടുന്ന അവസ്ഥ, തകർച്ചയിൽ നിന്ന് അവളെ ഉയർത്തി പൊക്കിയെടുക്കുവാനിടയായി. He restored her to her rightful place. അവളുടെ ശരിയായിരിക്കുന്ന സ്ഥാനത്തേക്ക്, നിലയിലേക്ക്, അവസ്ഥയിലേക്ക് അവളെ ഉയർത്തിക്കൊണ്ടുവന്നു. And he healed all the hurts from the abuse that she experienced. അവൾ അനുഭവിച്ചതായിരിക്കുന്ന ഉപദ്രവത്തിന്റെയും അവഗണനയുടെയും നടുവിൽ അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന എല്ലാ വേദനകളെയും തകർച്ചകളെയും പൂർണ്ണമായി അവളിൽ നിന്ന് കർത്താവ് മാറ്റിക്കളഞ്ഞു. This is what Jesus can do in the heart of every woman. എല്ലാ സഹോദരിമാരുടെയും ഹൃദയത്തിൽ, സ്ത്രീകളുടെയും ഹൃദയത്തിൽ യേശുവിന് ചെയ്യുവാൻ കഴിയുന്ന കാര്യം ഇത് തന്നെയാണ്. It doesn't matter what kind of abuse you've walked through. അത് നിങ്ങൾ കടന്നുപോകുന്ന ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ, അവഗണനകൾ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് അവിടെ വിഷയമല്ല. Jesus has a special grace to heal the hearts of his women. അതെ, തന്റെ ജനത്തിന്റെ സഹോദരിമാരുടെ ഹൃദയങ്ങളെ പ്രത്യേകാൽ സൗഖ്യമാക്കുവാനുള്ള കഴിവ് യേശുവിനുണ്ട്. And just as this devil came between this man and woman, പിശാച് ഇവരുടെ ബന്ധത്തിൽ തകർത്ത് അതിന്റെ ഇടയ്ക്ക് കടന്നു വന്നതുപോലെ Jesus stepped in between them. കർത്താവായ യേശുക്രിസ്തു അവരുടെ നടുവിലേക്ക് വരുവാനിടയായി. And then he takes both of their hands. അവരെ രണ്ടുപേരുടെയും കരങ്ങളെ അവൻ പിടിച്ചു. And he brings them together. അവരെ തമ്മിൽ അവൻ വീണ്ടും സ്നേഹത്തോടെ യോജിപ്പിക്കുവാൻ. And he restores that relationship. അവർക്ക് തകർന്നു പോയതായിരിക്കുന്ന ബന്ധത്തെ വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. I want you to know that's the only way that a man and woman can truly get along with each other. പ്രിയ സഹോദരന്മാരെ, ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് ഒരുമിച്ച് സഹകരിക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന ഏക മാർഗം ഇത് മാത്രമാണെന്നുള്ളത് നാം ഗ്രഹിക്കാം. Every marriage needs Jesus in the center of it. എല്ലാ വിവാഹ ബന്ധത്തിലും അതിന്റെ നടുവിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ ഉണ്ടായിരിക്കണം. Amen. Yes. And then one more thing happens. മറ്റൊരു കാര്യം കൂടെ അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. Jesus, I want you to put your foot on this devil right here. യേശു ഇപ്പോൾ തന്റെ കാൽ കീഴിൽ പിശാചിനെ ആക്കുവാനായിട്ട് പോകുകയാണ്. And then as you hold their hands,
ഇനിയും അവരുടെ രണ്ടുപേരുടെയും കരങ്ങൾ I പിടിച്ചിരിക്കുന്നു. want you to pull them up, and I want them to put their foot on him, the devil. ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സാത്താനെ ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് കൊടുത്തിരിക്കുകയാണ്. Amen. Praise the Lord. This is the way marriage is supposed to work. പ്രിയ